നമസ്കാരം. ദേശസ്നേഹി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ നിന്നും ആരംഭിച്ചിരിക്കുന്ന ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള വിവാദം കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യം മാറ്റിമറിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം രചിച്ച തിരക്കഥയാണെന്നുള്ള സംശയം മറനീക്കി പുറത്തു വരുന്നു. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി കോടതിയിൽ നിയമം മൂലം ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല എന്ന തിരിച്ചറിവിൽ ഹർജി പിൻവലിച്ചുകൊണ്ട് ഓടിയിട്ട് സിൻഡിക്കേറ്റ് അടിയന്തരമായി വിളിച്ചുകൂട്ടി രജിസ്ട്രാറെ തിരിച്ചെടുക്കുന്നത് വഴി സർവകലാശാല വൈസ് ചാൻസലറെയും വെല്ലുവിളിക്കുകയാണ് ഇടതുപക്ഷ സംഘടനകൾ ചെയ്തിരിക്കുന്നത്. അതിനെതിരെ ഡോക്ടർ സിസ തോമസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശം നേടിയ ഗവർണർ ഏത് സമയവും സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഈ അപകടമെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്ന രീതിയിൽ SFI സർവകലാശാലയുടെ ഗേറ്റും മതിലും ചാടിക്കടന്ന് വളരെ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. കേരള സർവകലാശാല വിവാദത്തിൽ SFI സംസ്ഥാന വ്യാപകമായി യൂണിവേഴ്സിറ്റികളിൽ സമരാഹ്വാനം നടത്തുകയും അക്രമാസക്തരാകുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള അജണ്ട എന്താണ് എന്ന് പറയുവാൻ ഇടതുപക്ഷം തയ്യാറാവണം. വരുന്ന വർഷങ്ങളിൽ 2 പ്രധാന തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഈ വർഷവും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും. നിലവിൽ രാഷ്ട്രീയ നേട്ടമായി എടുത്തു കാണിക്കാൻ യാതൊന്നും കൈമുതലായിട്ടില്ലാത്ത ഇടതുപക്ഷ സംഘടന തെരുവിനെ യുദ്ധക്കളമാക്കി കേരളത്തിലെ ക്രമസമാധാന നില തകർക്കുന്നതിനെ തന്നെ ഉദ്ദേശിച്ചാണ് ഗവൺമെന്റ് സ്പോൺസേഡ് സമരമുറകളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. SFI എന്ന സംഘടനയിലെ കുട്ടി സഹാക്കളെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന രീതിയിലേക്കാണ് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദന്റെ നടപടികൾ. നിയമപരമായി ഗവർണറോ വൈസ് ചാൻസലറോ യാതൊരു വഴിവിട്ട നടപടികളും എടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിയമം തങ്ങളുടെ രക്ഷയ്ക്ക് എത്തില്ല എന്ന തിരിച്ചറിവിലാണ്